ഇന്ന് 1 കൊരിന്ത്യർ 13:6 നമുക്ക് നോക്കാം. സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ. അപ്പൊ അനീതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ നാട്ടിൽ നടക്കുന്ന അനീതി, മറ്റു കാര്യങ്ങളിലൊക്കെ. അനീതി എന്ന് പറയുന്നത് ദൈവത്തിന് നിരക്കാത്തത് എന്തോ അത് അനീതി. അത് കള്ളം പറയുന്നതാവാം, അമിതമായി മദ്യപിക്കുന്നതാവാം. എന്ത് തെറ്റ് ചെയ്താലും അത് അനീതിയായിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോ അനീതി ചെയ്യുന്നതിനോടോ ഒരു സന്തോഷിക്കുന്നില്ല. അനീതി എവിടെ കണ്ടാലും എന്ന് മാത്രമല്ല, അനീതി നമ്മൾ ചെയ്യയില്ല. അനീതി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നില്ല. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്ത് തെറ്റാവുന്ന കുഴപ്പമില്ല, സന്തോഷിക്കാറില്ല. അതുപോലെ തന്നെ കുടുംബത്തിലോ നമ്മുടെ ബന്ധുക്കാരോ സുഹൃത്തുക്കളോ ഒക്കെ തെറ്റ് ചെയ്താലും നമ്മൾ അതിൽ സന്തോഷിക്കുന്നില്ല. അവൻ കള്ളം പറഞ്ഞ് അവന് കുറെ പൈസ കിട്ടി, കുഴപ്പമില്ല. അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് കുറച്ച് സ്വത്ത് തട്ടിയെടുത്തു, സാരമില്ല. ഈ ചെറിയ കള്ളങ്ങളായാലും തന്നെ നമ്മൾ അതിലൊരിക്കലും സന്തോഷിക്കാറില്ല. ഓക്കെ, സ്നേഹത്തോട് പെരുമാറുമ്പോൾ ഒരു അനീതിയിൽ നമ്മൾ ആനന്ദിക്കുന്നില്ല. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, പക്ഷെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എന്തൊക്കെ തെറ്റ് ചെയ്താലും നമ്മൾ തെറ്റ് ചെയ്തു എന്ന് ഏറ്റു പറയുമ്പോൾ അത് സത്യമായി. ദൈവം മുമ്പാകെ പോയി, ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം വരും. അത് നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ദൈവം എപ്പോഴും സത്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ തെറ്റുകളിൽ നിന്നും മാറി സത്യം പറയുന്നതിലും സത്യത്തിൽ ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ ആണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പ്രകടമാവുന്നതും ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാനും സാധിക്കുന്നത്. ഒരു കാര്യത്തിലും കള്ളവും പറയേണ്ട, ഒരു തെറ്റും ചെയ്യേണ്ടല്ലോ. അങ്ങനെ തെറ്റ് ചെയ്താൽ സാരമില്ല, ദൈവത്തിനടുത്ത് പോയി മാപ്പ് ചോദിക്കുക. മാപ്പ് ചോദിച്ചതിന് ശേഷമേ ദൈവം ക്ഷമിക്കുള്ളൂ എന്നല്ല. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കും. നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ ഒരാൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷവും, പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇന്നത്തെ സ്റ്റഡി ഇവിടെ കഴിഞ്ഞു. പീറ്റർ, സേ ജീസസ് ലവ്സ് യു. Jesus loves you. Bye. Bye. In Jesus' name, amen. Amen. Bye. Bye.